ഇവിടെ പഠിക്കേണ്ടത്, പ്രതിസന്ധിയിൽ പഠിക്കേണ്ടത് നരേന്ദ്രമോദിയെ പറ്റിയല്ല. പ്രതിസന്ധിയിൽ ഏത് കുഴങ്ങിയാൽ പഠിക്കേണ്ടത് അള്ളാഹിനെ പറ്റിയാണ്. ഇതൊന്നും പ്രതിസന്ധി അല്ലല്ലോ. ലോകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായ ആളാണ് സയ്യിദുനാ ഇബ്രാഹിം. അത്ര പ്രതിസന്ധിയുള്ള ആള് ലോകത്ത് ആരാണ്? നിങ്ങൾക്കറിയില്ലേ, മുത്തുനബിയോട് പോലും അള്ളാഹു പറയുന്നത് ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിം നബിയുടെ മാർഗം പിൻപറ്റണമെന്ന് മുത്തുനബിയോട് പോലും അള്ളാഹു കൽപ്പിച്ചില്ലേ? അത്ര വലിയ ആളല്ലേ സയ്യിദുനാ ഇബ്രാഹിം. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. ചിന്തിക്ക് എന്തൊരു പ്രതിസന്ധിയിലാണ് സയ്യിദുനാ ഇബ്രാഹിം ഉണ്ടായത്. എന്ത് പ്രതിസന്ധി, എത്രയൊക്കെ പ്രയാസം. ചിന്തിക്ക്. എന്നിട്ടെന്താ? ഇബ്രാഹിം അല്ലാഹു ചങ്ങാതിയാക്കിയില്ലേ? ആരെ? ഇബ്രാഹിം നബി. അല്ലാഹു തൗഫീഖ് തരട്ടെ. നഊദു ബിക മിൻ ശർരി കുല്ലി ദി ശർരിൻ അൻത ആഖിറും ബിനാസിയതിഹി. ഇതിപ്പോ വളരെ ഓർക്കേണ്ട ഒരു വാക്കാണ്. നഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മിൻ ശർരി കുല്ലി ദി ശർരിൻ, എന്നെ ഉപദ്രവിക്കാവുന്ന ഏതൊരു വസ്തുവിന്റെയും ഉപദ്രവത്തെ തൊട്ട്. അൻത ആഖിറും ബിനാസിയതിഹി, ഏതൊരു വസ്തുവിന്റെയും മൂർത്താവ് നിന്റെ കയ്യിലല്ലേ റബ്ബേ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണേ. ഇത് പറയാനാണ് ഞാൻ ഈ വാക്ക് ഇവിടെ പറഞ്ഞത്. നഊദു ബിക മിൻ ശർരി കുല്ലി ദി ശർർ അൻത ആഖിറും ബിനാസിയതിഹി, എന്നെ ഉപദ്രവിക്കുന്ന ഏതൊരു വസ്തുവിന്റെയും ഉപദ്രവത്തെ തൊട്ട് റബ്ബേ നിന്നോട് പറയുന്നു. അൻത ആഖിറും ബിനാസിയതിഹി, ഏതൊരു വസ്തുവിന്റെയും മൂർത്താവ് നിന്റെ കയ്യിലാണല്ലോ. അന്ത, നീയാണ്. ആഖിറുൻ, പിടിച്ചവൻ. ബിനാസിയതി, ഏതൊരു വസ്തുവിന്റെയും മൂർത്താവിനെ പിടിച്ചവൻ. അപ്പോൾ രണ്ട് ആശയം ഇവിടെ കിട്ടി. ഉറങ്ങരുത്. ഉറങ്ങുന്നുണ്ടാ? നീട്ടൂല, പെട്ടെന്ന് അവസാനിപ്പിക്കും. ഉറക്കം വരുന്നു എന്ന് എനിക്കങ്ങനെ തോന്നുക. ഉറങ്ങാതെ കേൾക്കേണ്ട വർത്തമാനമാണ്. ആദ്യം ഞാൻ പറഞ്ഞു ഇന്നൽ ഖുലൂബ ബിയദിർ റഹ്മാൻ, ഏതൊരാളെ ഹൃദയവും ആരുടെ കയ്യിലാണ്? അതാണ്. അതിലിപ്പോൾ ഞാനും നരേന്ദ്രമോദിയും ഒന്നും വ്യത്യാസമല്ല. ഏതൊരാളെ ഹൃദയവും അതാണ്. ഇപ്പം പറഞ്ഞു ഏതൊരാളുടെയും മൂർത്തവും അതാണ് കയ്യിലാണ്. ഇനിയിപ്പോൾ എന്താ പ്രശ്നം? അപ്പം പ്രശ്നം പരിഹരിക്കേണ്ട ആൾ ആരാണ്? അതാണ്. ബാക്കിയൊക്കെ കല്യാണം പോലെയാണ്. ഉണ്ടായാൽ നല്ല, ഇല്ലെങ്കിൽ നല്ല. പണ്ട് ഞങ്ങളെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ അങ്ങനെ SLC ഒക്കെ അങ്ങനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അക്കാലത്ത് നമ്മളൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്നേഹിതന് എൻ്റെ കല്യാണത്തിന് വിളിച്ച്, നമ്മളെ കല്യാണത്തിന് വിളിച്ച് ഒരു നാട്ടിൽ അങ്ങനെ ഓരാൻ പോകുന്നതൊക്കെ കാലമാണ്. അങ്ങനെ ഒരു നാട്ടിൽ വെച്ച് ഒരു ചങ്ങായി നമ്മളെ കല്യാണത്തിന് വിളിച്ചു. ഓൻ്റെ കല്യാണത്തിന് വിളിച്ചു. അപ്പോൾ കല്യാണത്തിന് വിളിച്ച്, കല്യാണം ഇത്തരം തീയതി പറഞ്ഞ് അങ്ങനെ കല്യാണത്തിന് ഒക്കെ ഉറപ്പിച്ച് നമ്മൾ കല്യാണത്തിനൊക്കെ അങ്ങനെ കത്ത് നിൽക്കാം. അതിനിടയിൽ ഇവനും എൻ്റെ ബാപ്പയും തമ്മിൽ തെറ്റി. മനസ്സിലായില്ല. നടന്നൊരു കാര്യം പറയാം, ഇത് കഥയല്ല. നടന്നൊരു കാര്യം പറയാം, എൻ്റെ ഓർമ്മയിൽ നടന്ന് ഞാൻ ഭാഗഭാക്കായി നടന്നൊരു കാര്യം പറയാം. അത് കല്യാണത്തിന് ഞങ്ങളെയൊക്കെ വിളിച്ച് കല്യാണം നടക്കുന്നതിന് മുമ്പ് ഇവനും എൻ്റെ ബാപ്പയും തമ്മിൽ തെറ്റിന പേരും തെറ്റി. ഒരു കല്യാണത്തിൻ്റെ പേര് ഒരു കഞ്ഞിൻ്റെ പേരിലുണ്ടാക്കാൻ അമ്മയ്ക്കുലാറും ആര്? അങ്ങനെ ഞങ്ങളെല്ലാവരും കല്യാണത്തിന് ചെന്ന് തന്തങ്ങനെ പോലെ പുലി ഇരിക്കും പോലെ ഇരിക്കുക ഇന്നലെ തന്നെ. അപ്പം ഇവൻ ഞങ്ങളോടൊന്നാണ് പറഞ്ഞേ, നിങ്ങൾ എൻ്റെ ഒപ്പം പെണ്ണുങ്ങളെ പേരേക്ക് പോരണം, അവിടെ നല്ല പരിപാടിയാണ്. മനസ്സിലായില്ല. ഭക്ഷണം നമുക്ക് അവിടെ ഉണ്ടെന്നാണ് കുട്ടികൾ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ വിളിച്ചത് ഓൻ്റെ പരിക്ക, ഓൻ്റെ പേരിൽ എന്തില്ല, ഭക്ഷണം ഒന്നുമില്ല. അതങ്ങനെ പുലി ഇരിക്കുമ്പോൾ ഇരിക്കുക. ചെന്നാൽ ഞങ്ങൾക്ക് തന്നെ പേടിയായി നമ്മളെന്തോ ചെയ്യുമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ജീപ്പ് വന്ന്, കാല 10-25 കൊല്ലം മുമ്പുള്ള സംഭവം അത്, 25-30 കൊല്ലം മുമ്പുള്ള സംഭവം അത്. ജീപ്പ് വന്ന് അങ്ങനെ ഞങ്ങൾ ഇപ്പം ഇടയിൽ ഇപ്പം കിട്ടിയ തുണിപ്പാൻ മാറ്റി വന്ന്
പുതിയാപ്പിള ഓൺ ചെയ്ത് പുതിയാപ്പിളക്ക് ഞാനും പോയി. ഇവിടെ തിന്നണ്ട ചോറ് അവിടെ നിന്ന് ഒരു കുഴപ്പമില്ല. ഓനും കുട്ടികളും മക്കളൊക്കെ ആയി നല്ല നിനക്ക് ഇപ്പോഴും ജീവിച്ചു പോകുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ? ഇവിടെ വിഷയം എന്താ നിങ്ങൾ മനസ്സിലാക്കണം. മറ്റൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലത്തെ വർത്താനം. കല്യാണം ഉണ്ടായി, ചോറുണ്ടായില്ല, ഒന്നും പ്രശ്നമില്ല. നേരെ മറിച്ചോ നേരെ തിരിച്ച് ചോറും കൂട്ടാനും ഇങ്ങനെ തിളക്കുക, പാമ്പം പരിപാടി, ചെത്തലും അരിയലും ഇടിക്കലും, ഇങ്ങനെ പാമ്പം പരിപാടി. അങ്ങനെ ചോറ് വളമ്പ് തുടങ്ങി. എങ്ങനെയൊക്കെ അറിയാം എന്നെ ഇങ്ങനെ എല്ലാം കല്യാണം ഇങ്ങനെ പൊടിമാനായി നടക്കുന്നിടയിൽ പിന്നെ വിവരം കിട്ടി പുതിയാപ്പിള വരുന്നില്ലല്ലോ. അതും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ തിന്ന മനുഷ്യന്മാർക്കൊക്കെ ഉണ്ടല്ലോ ഒരു കുടുങ്ങൽ, മനസ്സിലായില്ലേ? അവിടെ പിന്നെ ഒരു കുടുങ്ങലുണ്ട്. നമ്മൾ എന്തിനെപ്പം തിന്നു നമുക്കും അറിയില്ല. ഈ നമുക്ക് വന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ തീറ്റൊക്കെ മയനല്ലല്ലോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്ക്. നമ്മളവിടെ തിന്നുന്നത് ന്യായീകരിക്കണമെങ്കിൽ ഓൻ വരണ്ടേ? ഓൻ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഈ തീറ്റൊക്കെ മയനുള്ളത്. അപ്പൊ നോക്ക് നിങ്ങൾ. പിന്നെ കല്യാണ പന്തൽ എപ്പോഴും ആളൊഴിഞ്ഞു എന്നറിഞ്ഞില്ല. ചിലവ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി 4 മണിക്കൂർ കഴിയുമ്പോൾ കല്യാണ പന്തൽ ആളില്ല. മറ്റേ ഒരു കാലി ചായ വരെ പെരേന്ന് കിട്ടിയില്ല. അവൻ്റെ പെണ്ണുങ്ങളെ വരിയെന്നാണ് എന്തെങ്കിലും ഒരു നുള്ളു വെള്ളം കിട്ടിയത്, കിട്ടിയത്. അത് ഭംഗിയായി ഇപ്പം നടന്നു പോകണമുണ്ട്, കുഴപ്പമില്ല. എന്തുകൊണ്ട്? മർമ്മം എന്ന് പറഞ്ഞ പുതിയാപ്പിളയില്ല. എന്നതുപോലെ ഏതൊരു മനുഷ്യനെയും 2 നിലക്ക് അല്ലാഹു പിടിച്ചിട്ടുണ്ട്. ഇന്നൽ ഖുലൂബ ബിയദിർ റഹ്മാൻ. ഏതൊരു മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ കയ്യിലാണ്. ഒന്നിങ്ങനെ. രണ്ടാമത്തോ ഏതൊരുത്തന്റെ മൂർത്താവ് അല്ലാഹുവിന്റെ കയ്യിലാണ്. അപ്പോ ഇവിടെ അല്ലാഹുവിന്റെ കയ്യിലാണ്. പറയും മനുഷ്യന്മാരെ, ഇവിടെ അല്ലാഹുവിന്റെ കയ്യിലാണ്. ഒരു മനുഷ്യന്റെ തടിയിലെ മർമ്മം 2 സ്ഥലമാണ്. ഒന്നവന്റെ മസ്തിഷ്കമാണ്, ഒന്നവന്റെ ഹൃദയമാണ്. 2 ആരുടെ കയ്യിലാണ്? അല്ലാഹുവിന്റെ കയ്യിലാണ്. എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ? അപ്പോൾ അവിടെ മർമ്മം ആരാണ്? ആരെ കയ്യിലെ വിഷയം? അല്ലാഹുവിന്റെ കയ്യിലാണ്. ചിന്തിക്ക. അതറിയാതെ മേലുള്ള വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. വിഷയം മനസ്സിലാക്കാൻ വെറുതെ. അപ്പോൾ വിഷയത്തിന്റെ മർമ്മം എന്താ? അല്ലാഹുവിനെ അറിയണം. ആഴം അറിഞ്ഞവർക്കല്ലാതെ രക്ഷപ്പെടാൻ അന്ത്യനാളിൽ കഴിയുകയില്ല. ആഴം അറിയുക എന്നത് അള്ളാഹുവിനെ പറ്റി അറിയുക, അള്ളാഹുവിന്റെ മുത്ത് റസൂലിനെ അറിയുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. അള്ളാഹുവിന്റെ കിതാബിന്റെ മർമ്മം അറിയുക. ഇത് അറിയണം ജനങ്ങളെ, ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാലോ പ്രശ്നം വളരെ നിസ്സാരമാണ്. എല്ലാം നിസ്സാരമാണ്. ഇതെല്ലാം മാറ്റിമറിക്കാൻ അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ല. പിന്നെയോ പ്രശ്നം നിങ്ങൾ ചിന്തിക്കണം. പ്രശ്നമോ യഥാർത്ഥത്തിൽ പ്രശ്നം അള്ളാഹുവിൽ നിന്നുമാണ്. ഇവിടെ BJP അധികാരത്തിൽ വന്നതിന് ശേഷം സംഘപരിവാറും BJPയും അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രയാസകരമായ വിഷമകരമായ അവസ്ഥയെപ്പറ്റി നമ്മുടെ നേതാവ് ഇവിടെ 10 വാക്ക് പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ. പക്ഷെ ഈ സംഘപരിവാർ അധിഷ്ഠിതമായ BJPക്ക് അധികാരം കൊടുത്തതാര്? ആലി ഇമ്രാൻ 26-ാമത്തെ ആയത്ത്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. ആലി ഇമ്രാൻ 26-27 ആയത്തുകൾ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് തവസ്സൽനാ ബിബിസ്മില്ലാഹ്
ഹാദി റസൂലില്ലാഹ് തണുപ്പൊക്കെ പോട്ടെ വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മ ومن هم ومن أمة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله പരിശുദ്ധ ഖുർആൻ പറഞ്ഞു പരിശുദ്ധ അവൻ്റെ കയ്യിലുള്ള ഒരു ബക്കറ്റ് ഇട്ട് കൊടുക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും അല്ലാഹു തആല വലിയ ഖൈർ തരട്ടെ. എല്ലാവരും സഹായിക്കും. എന്താണ് ആയത്തിന്റെ അർത്ഥം ചിന്തിക്കണം. ഇവിടെ പഠിക്കേണ്ടത്, പ്രതിസന്ധിയിൽ പഠിക്കേണ്ടത് നരേന്ദ്രമോദിയെ പറ്റിയല്ല. പ്രതിസന്ധിയിൽ ഏത് കുഴങ്ങിയാൽ പഠിക്കേണ്ടത് അള്ളാഹിനെ പറ്റിയാണ്. ഇതൊന്നും പ്രതിസന്ധി അല്ലല്ലോ. ലോകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായ ആളാണ് സയ്യിദുനാ ഇബ്രാഹിം. അത്ര പ്രതിസന്ധിയുള്ള ആള് ലോകത്ത് ആരാണ്? നിങ്ങൾക്കറിയില്ലേ, മുത്ത് നബിയോട് പോലും അള്ളാഹു പറയുന്നത് ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിം നബിയുടെ മാർഗം പിൻപറ്റണമെന്ന് മുത്ത് നബിയോട് പോലും അള്ളാഹു കൽപ്പിച്ചില്ലേ? അത്ര വലിയ ആളല്ലേ സയ്യിദുനാ ഇബ്രാഹിം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ചിന്തിക്ക് സുമർ സൂറത്ത് 122 ആയത്ത്. അതാണ് പുതിയത്. എന്തൊരു പ്രതിസന്ധിയിലാണ് സയ്യിദുനാ ഇബ്രാഹിം ഉണ്ടായത്. എന്ത് പ്രതിസന്ധി, എത്രയൊക്കെ പ്രയാസം. ചിന്തിക്ക്. എന്നിട്ടെന്താ? ഇബ്രാഹിം അല്ലാഹു ചങ്ങാതിയാക്കിയില്ലേ? ആരെ? ഇബ്രാഹിം നബി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ വന്ന് നമ്മുടെ 10-20 കോടി മുസ്ലിമുകളുണ്ടല്ലോ. ഒരു മനുഷ്യനെ എല്ലാവരും കൂടി ശരിയാക്കാൻ തീരുമാനിച്ചുണ്ടോ? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എതിർവായില്ലാത്ത കാലത്ത് ഇന്നിവിടെ പറഞ്ഞില്ലേ, ലക്ഷോപലക്ഷം കോടാനക്കോടി ഹിന്ദുക്കൾ വരെ ഒറ്റക്കെട്ടായി മതേതര വിശ്വാസികൾ ഇപ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് എന്നിവിടെ തങ്ങൾ പറഞ്ഞില്ലേ? 10 മിനിറ്റ് മുമ്പ് പറഞ്ഞില്ലേ? അതിപ്പോ വലിയ സംഭവമാണ്. എന്നാൽ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഗ്നികുണ്ഡത്തിലിടാൻ നമ്രൂദ് തീരുമാനിച്ചിരുന്ന കാലത്ത് തിരുവായ്ക്ക് എതിർവായില്ല, ഒരാളും രക്ഷപ്പെടുത്താനില്ല. അവർ പറഞ്ഞു ഇബനെ സയ്യിദുനാ ഇബ്രാഹിം ഇയാളെ വൻസുറു ആലിഹതകും ഇൻ കുൻതും ഫാഇലീൻ. ഈ ഒരു ബാല്യക്കാരനെ ചുട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ദൈവങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് തിരുവായ്ക്കെതിരുവായില്ലാത്ത കാലഘട്ടത്തിൽ നമ്രൂദും നമ്രൂദിന്റെ നാട്ടുകാരും തീരുമാനിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് എന്തുണ്ടായത്? എല്ലാവരും എതിരായി. ആർക്ക്? അത്രയൊന്നും പ്രശ്നമില്ലല്ലോ. എന്ത് പ്രശ്നമുള്ളത്? എന്ത് പ്രശ്നം കുട്ടിയുള്ളത്? അങ്ങനത്തെ പ്രശ്നം. എന്ത് പ്രശ്നം? എന്താ? ചിന്തിക്ക്. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം, മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉമ്മാക്ക് അല്ലാഹു വഹി അറിയിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അനർദിഈഹി, കുട്ടിക്ക് മുല കൊടുക്കുക. ഫൈദാ ഖിഫ്ത അലൈഹി ഫഅൽഖിഹി ഫിൽ യമ്മി, ഈ കുട്ടിക്ക് നീ മുല കൊടുക്ക്, പേടി വന്നാ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ പുഴയിൽ ഇട്ടാളാ. ചിന്തിക്ക്. വലാ തഖാഫി വലാ തഹ്സനി, നീ പേടിക്കേണ്ട പെണ്ണെ, വിഷമിക്കുകയും വേണ്ട. ഇന്നാ റാത്തുഹുയിലേക്ക്, ഞാൻ ഈ കുട്ടിയെ നിനക്ക് തന്നെ തിരിച്ചു തരും. വജഅലുഹു മിനൽ മുർസലീൻ, ഈ കുട്ടിയെ ഞാൻ മുർസലീങ്ങളുടെ കൂട്ടത്തിലെ നേതാവാക്കുകയും ചെയ്യും. സയ്യിദുനാ മൂസ 136 വട്ടമാണ് ഖുർആൻ മൂസാ നബിയുടെ പേര് പറഞ്ഞത്. 136 വട്ടം.
സയ്യിദ്നാ മൂസ. നിങ്ങൾ ചിന്തിക്കണം. നേരെ വെളുക്കാൻ കാലത്ത് തള്ളേ മകൾ കൂടി എണീറ്റു. മകൾക്കന്ന് കുൽസൂമിനന്ന് 12 വയസ്സാണ്. ചെറിയ ഒരു പെട്ടി ഉണ്ടാക്കിയിരുന്നു. ആ പെട്ടിയില് ബൈക്കോല് നിറച്ചിട്ട് അതിന്റെ മേലൊരു വിരിപ്പ് വെച്ച് ആ വിരിപ്പിൽ ഈ കുട്ടിയെ കടത്തിയിട്ട് തോളിൽ ചുമന്ന് വാ മോളെ എന്ന് പറഞ്ഞ് കുൽസൂമിനെയും കൂട്ടി ആര് യാറഖ ബീവി റളിയല്ലാഹു അൻഹാ. യാറഖ ബീവി മകളെ കുട്ടി. മകളെ പേര് കുൽസൂം എന്നാണ്. അന്ന് മകൾ കുൽസൂമിന് 12 വയസ്സാ. നേരെ നോക്കുമ്പോ പോകാണ്. എവിടേക്കാ പോണത്? നെയിൽ നദിയിൽ ഒഴിക്കണം കുട്ടിയെ. വെളുത്തിട്ടില്ല, ഇങ്ങനെ ഇരുട്ടുണ്ട്. എന്നാ നേരം വെളുക്കാനാവും ചെയ്തിരിക്കണ്. ഇങ്ങനെ ഈ എന്ത് ചെയ്ത് ഒരു പെട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ പെട്ടിയിൽ അങ്ങിങ്ങായി ഓട്ട തുറച്ച്, കാരണം ശ്വാസം പോണല്ലോ കുട്ടിക്ക്. എന്നിട്ട് ഒരു ബൈക്കോല് നിറച്ച്, എന്നിട്ട് എന്ത് ചെയ്ത് ഒരു വിരിപ്പ് വിരിച്ചിട്ട് അതിന്റെ മേലെ പറയേ കുട്ടിയെ കിടത്തി. എന്നിട്ട് തള്ള കയറ്റി. മകള് കൂടി പോന്നു. മകള് അതും പാവം കുൽസൂം വന്ന് നെയ്തിൽ കൊണ്ടുവന്ന് ഒഴുക്കി. പിന്നെയോ ഒഴുക്കിയതേ ഉള്ളൂ. പിന്നെ ആ പെണ്ണിന്റെ മനസ്സിൽ വേറൊന്നുമില്ല. തള്ളയുടെ മനസ്സിൽ ഇതെന്നെ കുട്ടി. പിന്നെ പെരി പോയിട്ട് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട ഒന്നും തള്ളക്കില്ല. കുഞ്ഞുമോന് 3 മാസം പ്രായം. നിങ്ങൾ എന്റെ നോക്കണില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലാക്കണില്ലേ? എത്ര 3 മാസം പ്രായമായ കുട്ടിയെ നെയിൽ നദിയിലുണ്ട് ഒഴുക്കി. പിന്നെ തള്ളയുടെ മനസ്സിൽ എല്ലാം പോയി. എന്തുമാത്രം കാലത്തിൽ ഞാനെൻ്റെ കുട്ടിനെ വെള്ളത്തിലിട്ടിട്ടുണ്ടെന്ന് ഈ പെണ്ണിനെ പുറത്ത് പറയേണ്ടതാണ്. ലൗല അറബത്തിന അലാ ഖൽബിഹാ. പറയാൻ കെഴുതുമ്പോഴൊക്കെ കൽബിനെ ഞാൻ കെട്ടനിടും. ആര് പറയാ? അല്ലാഹു പറയാ. لتكون من المؤمنين لتكون من المؤمنين. ചിന്തിക്കണം. നെയിൽ നദിയിൽ അതിരാവിലെ വെളുപ്പാൻ കാലത്ത് കൊണ്ടുപോയിട്ട് പുഴക്കരയിലെ ഒന്നിങ്ങനെ നോക്കി നിന്ന്, അപ്പോൾ മെല്ലെ പുഴയിലെ ചെറിയ ഓളങ്ങൾ ഇങ്ങനെ അടിച്ചങ്ങനെ നെയിൽ നദിയുടെ നടുവിലേക്ക് കൊണ്ടുപോയി. നെയിൽ നദി എന്ന് പറഞ്ഞാൽ വലിയ ഖത്തർനാക്കായ പുഴയാണ്. ഭയങ്കര ഖത്തർനാക്കാണ്. വലിയ വലിപ്പൊന്നുമില്ല, പക്ഷെ ഭയങ്കര പ്രശ്നമുള്ള പുഴയാ. അടിയൊഴുക്കായിരിക്കും. ഇങ്ങോട്ട് താന്ന പിന്നെ കിട്ടൂല. മനസ്സിലാണ്ട് പറഞ്ഞത് ഭയങ്കര അടിയൊഴുക്കാണ്. അത് പോയ പിന്നെ പൊങ്ങൂല. ഭയങ്കര ഖത്തർനാക്കാ. ഭയങ്കര. ചിന്തിക്കണം. എത്യോപ്യയിലെ മഞ്ഞുമലകളിൽ നിന്നും ടാൻസാനിയയിലെ വിക്ടോറിയ തടാകത്തിൽ നിന്നുമാണ് സാക്ഷാൽ നെയിൽ നദി വരുന്നത്. 6000 ചില്ലാന കിലോമീറ്റർ കടന്നാണ് വരുന്നത്. ലോകത്തെ ഏറ്റവും നീളം കൂടി നദിയും നെയിൽ നദിയാണ്. മിസ്രിലെത്തുമ്പോൾ അതിന് 1600ഓളം കിലോമീറ്റർ മിസ്രിൽ മാത്രം ഒഴുകുകയാണ്. അടി ഒഴുക്ക് വളരെ ശക്തമാണ്. ചില അടിയിലേക്ക് ഒരൊറ്റ ചുഴിപ്പെട്ടു പോയാൽ പിന്നെ മുകളിലേക്ക് വരികയില്ല. ഭയങ്കരമാണ്. തിരമാലങ്ങനെ تلعب الأمواج بالتابوت يا بنا فنسيت وحي ربها. മനസ്സിലായില്ല. കുട്ടിങ്ങെ ഇങ്ങനെ ഓളം അടിച്ചടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി പോയതിൻ്റെ നടുക്ക് വരെ പോണത് ഇങ്ങനെ കണ്ടോടുകൂടെ തള്ളക്ക് പിന്നെ ഒരു സമാധാനമില്ല. എൻ്റെ കുട്ടിയെ എന്ന് പറയാൻ വന്നോ അപ്പോഴത്തിന് പടച്ചം കെട്ടിടും. എവിടെ ഹൃദയത്തിന് കിട്ടും. തൊള്ളയിൽ വന്നതാണ്, പക്ഷെ പടച്ചം പറയാൻ സമ്മതിക്കില്ല. ബേജാറിന്റെ ഇടയിൽ പെണ്ണ് മറന്നു പോയതാണ്. റബ്ബിന്റെ സന്ദേശം. എന്താ റബ്ബിന്റെ സന്ദേശം? ഇന്നേക്ക് ഞാൻ നിനക്ക് തന്നെ ഈ കുട്ടിയെ തിരിച്ചു വരും. നീ പേടിക്കണ്ടാണ്. ഈ പെണ്ണിന്റെ മനസ്സല്ലേ പെണ്ണ് മറന്നുപോയി. കുൽഹൂമിനെ പുഴക്കരയിൽ നിർത്തി യാറഖ ബീവി
പേടിച്ചുപോയി. കാരണം ഇസ്രായേലി ചാരന്മാരുടെ എല്ലാ പല ആളുകളുടെയും ഫറോവയുടെ കിങ്കരന്മാരുടെയും വീടുകളാണ് ഇതിന്റെ പരിസരത്തുള്ളത്. നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്തിനാ ഈ നേരത്തെ ചോദിച്ചാൽ പ്രശ്നം പുറത്താവും. കുൽസും എന്ത് ചെയ്ത്, കോളങ്ങളിൽ കളിക്കാൻ വന്ന കുഞ്ഞിനെ പോലെ അതിരാവിലെ ഇങ്ങനെ പുഴക്കരയിൽ കൂടെ വന്ന്. പിന്നെ കുൽസും കാണുന്ന എന്താണെന്നറിയോ, ഫിർഔന്റെ കുടുംബക്കാര് കുളിക്കുന്ന കടലിലെത്തിയപ്പോൾ പെട്ടി അവർ പിടിച്ച് നേരെ എവിടേക്ക് കൊണ്ടുപോയി, കൊട്ടാരത്തിൽ കൊണ്ടുപോയി. അതിൽ കുൽസുമ പരയൊക്കെ പാഞ്ഞു മൂപ്പര കയ്യിൽ തന്നെ എത്തിയെന്നു. അയക്കനത്ത് അന്നഹു യഖ്തുലുഹു അയക്കനത്ത്. അപ്പൊ തള്ള ഉറപ്പിച്ചു. മനസ്സിലായില്ല, ഒരു പാഹേനെ പേടിച്ചിട്ടാണല്ലോ എന്ത് ചെയ്യുന്നത്. പാറി മനുഷ്യന്മാരെ, ഈ കുട്ടീനെ നെയ്ലരിയിൽ ഒഴിക്കൽ എന്തിനാ? ഒരു ചങ്ങനെ പേടിച്ചതാ, ഓന്റെ കയ്യിൽ തന്നെ എത്തിപ്പെട്ട് അയക്കനത്ത്. അപ്പൊ പെണ്ണ് ഉറപ്പിച്ച് അന്നഹു യഖ്തുലുഹു, എന്താണെങ്കിലും മൂപ്പരിഞ്ഞി കൊല്ലും. എന്റെ കുട്ടിയേന് പുറത്ത് പറയാ എങ്ങനെ വരുമ്പോഴത്തിൽ ലൗല അറബത്തന അല ഖൽബിഹാ ഒറ്റക്ക് ഇട്ട് കൊടുക്കും. ആര്? അല്ലാഹു സൂറത്തുൽ ഖസസിന്റെ ആയത്ത് പഠിച്ചോനെ. അപ്പോൾ പിന്നെ പറഞ്ഞു, കുൽസുമേ ഇജ്ജ് ഒന്ന് പോയി നോക്ക്, എന്തായി. കുൽസുമ നല്ല വളവത്തിയാ, 10-12 വയസ്സുള്ളെങ്കിൽ പോലെ വളവാ. കുൽസും എല്ലാം കൊട്ടാരം മുറ്റത്ത് വന്നപ്പോൾ കുട്ടി പേരും കരച്ചില്ല, കൊന്നിട്ടൊന്നുമില്ല. അപ്പൊ കുൽസുമ വലിയ വിളവാ, ഭയങ്കര വിളവാ, ഭയങ്കര ഖത്തർനാക്ക് വിളവാ, അരിമുളക് പോലത്തെ ഭയങ്കര വിളവാ. ആര്? കുൽസുമ മുന്നേ കണ്ടത് വൃദ്ധയോട് പറഞ്ഞ് ഇവിടെ കുട്ടീനെ കിട്ടിയിട്ടുണ്ട്, കുട്ടി ഇങ്ങനെ പെരുങ്കരിച്ചിട്ട് കാര്യമുണ്ടെന്ന് കേട്ട് അങ്ങനെ ഞാനെങ്ങനെ അറിയാൻ എൻ്റെ പേര് എവിടെയാണ്? ഞങ്ങളവിടെ നെയ്ൽനദിൻ്റെ പരിസരത്ത് നടക്കുന്ന ആ പാർക്ക് കൂട്ടത്തിൽപ്പെട്ടാളാ. എന്തിനാ ഇവിടെ വന്നു? അല്ല, എൻ്റെ ഉമ്മ എൻ്റെ മുലപ്പാല് കുടിച്ചാൽ കാര്യം ഒരു കുട്ടി ഉണ്ടാവില്ല. ഞങ്ങളെ പരിസരത്തൊക്കെ കരുണ കുട്ടികളുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് കൊണ്ടുവരും. ഉമ്മാനെ കയ്യിലെടുത്താൽ കരച്ചിൽ മാറ്റം ചെയ്യും. നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ എൻ്റെ ഉമ്മാനെ ഞാൻ കൂട്ടി കൊണ്ടുവരാറുള്ളൂ. അപ്പോൾ വേഗം ഈ കുട്ടിയെ ആസ്യബീബിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു വൃത്യ. അപ്പോൾ ഈ ആസ്യബീബിന്റെ വേലക്കാരി പെണ്ണു അവിടെ കുട്ടി വന്നാൽ ഇങ്ങനെ പറയുന്നുണ്ടാവും, എൻ്റെ മോളെ നേച്ച്. അപ്പോൾ കുൽസും പറഞ്ഞു, ചെറിയ 12 വയസ്സായ പൊടിമോള് പറഞ്ഞ് ഇവിടെ ഒരു കുട്ടി ഇങ്ങനെ പെരുങ്കരിച്ച കാര്യമുണ്ട്, രാവിലെ എന്തോ ഒരു കുട്ടിനെ കിട്ടി, ഇതുവരെ കുട്ടി കരച്ച് നിർത്തിയിട്ടില്ലാന്ന് കേട്ടു. അപ്പോൾ ഞാൻ കാണാൻ വേണ്ടി വന്നതുമാണ്, കൊട്ടാരത്തിൽ കുട്ടിയെ കിട്ടിയതല്ലേ. പിന്നെ കരയുന്ന കുട്ടികളൊക്കെ ഞങ്ങളെ പരിസരത്ത് കരച്ചിൽ വല്ലാതെ നിർത്താതെ കരച്ചിൽ നിൽക്കുകയാണെങ്കിൽ അവരമ്മാൻ്റെ കയ്യിൽ വരെ കൊടുത്തിട്ട് കരച്ചിൽ മാറാത്ത കുട്ടികളെ എൻ്റെ അമ്മാൻ്റെ കയ്യിൽ കൊടുത്താൽ കരച്ചിലാണ് മാറും. ഏൻ്റെ മുലപ്പാലും കുടിക്കാത്ത കുട്ടികളും എൻ്റെ അമ്മാൻ്റെ മുലപ്പാൽ കുടിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആളെ പറഞ്ഞാണെങ്കിൽ എൻ്റെ അമ്മാനെ കൊണ്ടുവരാറും. ആസിയ ബീവി ആകട്ടെ ഭയങ്കര ബേജാറിലുമാണ്. ഈ കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചു. ഫിറഔനോട് നേരത്തെ തന്നെ പറഞ്ഞു ചെയ്തിട്ടുണ്ട്, ഈ കുട്ടിയെ ഞാൻ നിനക്ക് കാണിച്ചു തരണമെങ്കിൽ ഈ കുട്ടിയെ കൊല്ലൂലാന്ന് എനിക്ക് ഉറപ്പാക്കണം. അക്കാലത്ത് ഫിറഔന്റെ വലിയ ദൗർബല്യമാണ് ആര്? ആസിയ ബീവി. ആസിയ ബീവി എന്താണ് ഫിറഔൻ കേൾക്കും. ആയിക്കോട്ടെ കുട്ടിയെ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, ലാലോ മിൻ ഔലാദി ബനി ഇസ്രായേൽ, ചിലപ്പോൾ ഇത് ഇസ്രായേലി കുട്ടി ആയിക്കൂടെ ആസിയാന്ന് ചോദിച്ചു. അത് പറഞ്ഞു, ഈ രാജാവാണെങ്കിൽ വാക്ക് മാറ്റാൻ പാടില്ല, കാണിച്ചാൽ പിന്നെ കൊല്ലുലാന്ന് ഉറപ്പ് പറഞ്ഞിട്ടാ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. എന്നാ പുട്ടി വിട്ടാളാണ്, എന്നാ വളർത്താൻ അതിനെ തൊള്ള അടങ്ങിയിട്ട് വേണ്ടേ. കൊട്ടാരത്തിലുള്ള പെണ്ണുങ്ങളെ മൊത്തം മുല തൊള്ളയിൽ ചോദിച്ചു കുട്ടി തട്ടും കരച്ചു. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കൊട്ടാരം ഇങ്ങനെ പൊളിക്കണ കരച്ചില്, മുലപ്പാൽ മുലയാണ് കൊടുത്താൽ കുട്ടികൾ തട്ടും. അപ്പോഴാണ് ചെറിയ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആസിയ ബീവി വേഗം വേലക്കാരി പെണ്ണുങ്ങളെ പറഞ്ഞേച്ച് ഞാൻ അങ്ങനത്തെ ഉമ്മണ്ട് എന്നെ കൊണ്ടുവന്നു യറഹബീവിനെ കൊണ്ടുവന്ന് യറഹബീവിൻ്റെ കയ്യിലേക്ക് ആസിയ ബീവിനെ കയ്യിൽ കുട്ടി വെച്ചു കൊടുത്ത്. കുട്ടീൻ്റെ കയ്യിൽ വരുന്ന കുട്ടിനെ ചിരിച്ച് മുലക്ക നോക്കണോട് മൊത്തി ഒന്ന് കുടിച്ച്. അപ്പൊ ഭയങ്കര സന്തോഷം ആസിയ ബീവിക്ക്, ഈ ചെറിയ കുട്ടി വന്നുകൊണ്ട് രക്ഷപ്പെട്ട്. ഇങ്ങനത്തെ ഒരു പെണ്ണുണ്ടെങ്കിൽ. അപ്പൊ ആസിയ ബീവി പറഞ്ഞ്, എന്നാ നിങ്ങളെന്നെ മുല കൊടുക്കി, ഞങ്ങളിവിടെ കൊട്ടാരത്തിൽ പോറ്റി വളർത്താൻ തീരുമാനിച്ചു. ഇവിടുത്തെ ഒരു പെണ്ണിനെ മുല ഇത് ഇന്ന് രാവിലെ കിട്ടിയതാണ്. ഈ വെയിലുദിച്ച് ഉയർന്നിട്ട് രാവിലെ അതിരാവിലെ വെളുപ്പാങ്കാലത്ത് കിട്ടിയതാണ്. ഇപ്പൊ ഇതുവരെ വെയിലുദിച്ച് വളർന്നിട്ടും ഈ കാലം വരെ കുട്ടി മുല കുടിച്ചില്ല. അപ്പൊ നിങ്ങളെ മുലയാണല്ലോ കുടിച്ചത്, അതുകൊണ്ട് നിങ്ങൾ അത് മുല കൊടുത്താൽ നിന്നാണ് നിങ്ങളെ ഏൽപ്പിക്കാണ്. അവ പറഞ്ഞില്ല, കൈഫ രാജ്ഞി നിങ്ങളെ വാക്ക് സ്വീകരിക്കണം എന്നൊക്കെ എനിക്കുണ്ട്, പക്ഷെ എനിക്കതിന് കഴിയൂല. അങ്ങനെ ഫക്കീറ ഞാനും വല്ലതും തിന്നാലും കുടിച്ചാലും അല്ലേ എൻ്റെ മുലയിൽ പാലുണ്ടാവുള്ളൂ. എനിക്കെല്ലാം മുല കുടിക്കണ ഒരു കുട്ടി ഉണ്ടേനോ. ഹാറൂന്റെ മുലകുടി പറ്റാതെ ഉണ്ടായ കുട്ടിയാണ് മൂസ. 1 വയസ്സിന്റെ വ്യത്യാസം ഹാറൂനും മൂസ നബിയും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഹാറൂൻ നബിയുടെ മുലകുടി പറ്റിയില്ല. അങ്ങനെ മൂസ നബി എന്തിനാ അങ്ങനെ ചെയ്തതെന്നറിയോ? ഈ മുലക്ക് ആളുണ്ടാകണല്ലോ,
മനസ്സിലായി? മുലയിൽ എങ്ങനെ പാലുണ്ടായെന്ന് ചോദിച്ചാൽ ന്യായമാണല്ലോ. മനസ്സിലായി പറഞ്ഞത്? വിളവ് 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 അള്ളാന്റെ വിളവ്. അപ്പോൾ മുല കുടിച്ച് കുട്ടി വയറ് നിറച്ചപ്പോൾ ആസിയ ബീബി ഫിറൗന്റെ ദർബാറിൽ പോയി പറഞ്ഞ് ആ പെണ്ണിനെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, മുല കൊടുത്തിട്ട് കുടിക്കുകയും ചെയ്തിട്ടുണ്ട്. കുട്ടി ഇപ്പോൾ കൊട്ടാരത്തിന്റെ അകത്തള മുറ്റത്ത് കളിക്കുകയും ചെയ്യുന്നുണ്ട്. വല്ലാതെ എല്ലാരെയും സന്തോഷിപ്പിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് എന്താ ചെയ്യാ, ഞാൻ അവളോട് മുല കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ അവള് പറയാ അവൾക്ക് തന്നെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് കുടിക്കാൻ മുലപ്പാലില്ല. അന ഫഖീറ, ഞാനൊരു പാവപ്പെട്ട പെണ്ണാണ്, എനിക്ക് തിന്നാനില്ലാതെ ഞാനെങ്ങനെ കുട്ടിക്ക് മുല കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിറഔൻ പറഞ്ഞു, ഞാൻ അവളോട് കൊട്ടാരത്തിൽ ദർബാറിൽ ഹാജരാകാൻ പറയും. ദർബാറിൽ ഹാജരായി. ദർബാറിൽ വെച്ച് ഫിറഔൻ പറഞ്ഞു കുട്ടിക്ക് മുല കൊടുക്കണം. അപ്പോൾ പറഞ്ഞു ഇതേ വാക്ക് പറഞ്ഞു, യാറഖ കൈഫ ഉർദിഉഹു അന ഫഖീറ, എനിക്കെന്നെ തിന്നാനില്ല പ്രഭു, ഞാനെങ്ങനെ. അപ്പോൾ പറഞ്ഞ് എല്ലാ ദിവസവും ഓരോ സ്വർണ്ണ നാണയവും ഖജനാവ് ഒന്ന് വാങ്ങുക. ഒരു സ്വർണ്ണ നാണയം എന്തിന്? ഒരു ദിവസത്തെ മുലപ്പാലിന്റെ കൂലി. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞ് ഇങ്ങനെ മുലപ്പാലിന്റെ കൂലി വാങ്ങിയ ഒരു പെണ്ണ് ലോകത്തുണ്ടാവൂല. അതിന് പുറമെ പരലോകത്ത് വലിയ കൂലി കാത്തിരിക്കുന്നുമുണ്ട്. കമസലി ഉമ്മി മൂസ തുളിയോ വലദഹാ വതൗഹു അജ്റഹാ. ഓളെ കുട്ടിക്ക് ഓള് മുല കൊടുത്തിട്ട് ഓള് കൂലി വാങ്ങാം. മനസ്സിലായില്ല? കമസലി ഉമ്മി മൂസ, മൂസാന്റെ അമ്മാന്റെ ബളവും ഭയങ്കര. മുത്ത് മുഹമ്മദ് നബി പറയാ തുല്യ വലദഹ, അവൾ അവളുടെ കുട്ടിക്കാണ് മുല കൊടുത്ത്, എന്നിട്ട് തൗഹുദു അജ്റഹ കൂലി വാങ്ങും. ഒരു ദിവസത്തിന് ഒരു പവന്. ഇന്ന് കിട്ടും അത് ഒരു ദിവസത്തിന്. ഇന്നത്തെ കണക്കൊക്കെ അനുസരിച്ചാണെങ്കിൽ 35,000 റുപ്യാണ് അറിമനുഷ്യന്മാരെ. ഇന്ന് അല്ലേ 31 ആയില്ലേ? പറയും പവനിപ്പന്റെ വില 31 ആയില്ലേ? 31 ആയല്ലോ. അപ്പൊ നിങ്ങളൊക്കെ ഒരു ദിവസത്തിന്റെ മുലപ്പാലിന്റെ കൂലിയാണ് ഇപ്പൊ ഇന്നത്തെ കണക്കനുസരിച്ച് എത്ര? 31,000 റുപ്യ ഒരു ദിവസത്തെ മുലപ്പാല്. മുലപ്പാല് കമസലി ഉമ്മി മൂസ. എല്ലാ ദിവസവും കുട്ടിയെ മുല കൊടുക്കും. കുറച്ചു നേരം കൊട്ടാരത്തിലേക്കും, കുറച്ചു നേരം രാത്രി കൊടുത്തേക്കും. രാത്രി ഉമ്മാടെ വിരിപ്പിൽ തന്നെ കുട്ടികൾ നോക്കും. നേരം വെളുത്താൻ മുല കൊടുത്ത് കൊട്ടാരത്തിലേക്ക് അയക്കും. കൊട്ടാരത്തിലേക്ക് വന്ന പെണ്ണിന്റെ കയ്യിൽ അന്നത്തെ നാണയം ആസിയ ബീവി വെച്ചു കൊടുക്കും, സ്വർണ്ണ നാണയം. ചിന്തിച്ചോ? അതായത് നിങ്ങൾ ചിന്തിക്കണം, ആരെയാണ് ഈ പോറ്റി വളർത്തുന്നത്? ഈ ആളാണ് പിന്നെ ഫറോബയുടെ അധികാരത്തിന് കത്തിവെക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ആൾക്ക് വേണ്ടി ഓരോ ദിവസത്തിനും ഒരു പവൻ മുലപ്പാലിന് കൂലി കൊടുത്ത് വളർത്താണ് ആര്? അല്ലാഹ്. നിങ്ങൾ ചിന്തിക്കണം, അള്ളാഹുവിനെ മനസ്സിലാക്കണം. ഏതൊരു ഫിറഔനാണെങ്കിലും ആരാണെങ്കിലും ഏതൊരാളുടെയും മൂർത്താവ് അള്ളാഹുവിന്റെ കയ്യിലാണ്. അപ്പോൾ പ്രശ്നം അള്ളാഹുവിൽ നിന്നാണ് പഠിക്കേണ്ടത്. അത് പഠിക്കാത്ത കാലത്തോളം നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മൾ ഈ വേറെ വർത്താൻ പറഞ്ഞിട്ട് കാര്യമല്ല. അതൊക്കെ വേണ്ടേ? വേണ്ട, മർമ്മ അള്ളാഹുവാണ്. അത് പഠിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പേടിക്കണ്ട, ചിന്തിക്കണം. അവസാനിപ്പിക്കണം തൽക്കാലം. ഒരു ഹദീസ് കൂടി കേട്ടോളൂ. ഒരു ജനത്തിന്റെ മേൽ അള്ളാഹുവിന് കോപം വന്നാൽ അക്രമിയെ പിടിച്ച് ഭരണാധികാരിയാക്കൽ അള്ളാഹുവിന്റെ രീതിയാണ്. ഒരു ജനത്തിന്റെ മേൽ അള്ളാഹ്ക്ക് കോപം വന്നാൽ അവരുടെ മേൽ അള്ളാഹു അക്രമിയെ പിടിച്ച് ഭരണാധികാരിയാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കുക, അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഭരണാധികാരി ഈ നിശ്ചയിച്ചത് റബ്ബാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. മനസ്സ് മാറ്റേണ്ടത് അള്ളാഹുവാണ്. അല്ലെങ്കിൽ അധികാര കസേര ഒഴിവാക്കേണ്ടതും അള്ളാഹുവാണ്. ജനാധിപത്യ സമരങ്ങൾ വേണം, പക്ഷേ അത് മാത്രം മതിയാവുകയില്ല. കാറൽ മാക്സിന്റെ അനുയായികൾ പഠിക്കും പോലെ പഠിച്ചാൽ മതിയാവുകയില്ല. എംഗൽസിന്റെ അനുയായികൾ പഠിച്ചതുപോലെ പഠിച്ചാൽ മതിയാവുകയില്ല. അവർക്ക് ഭൗതികവാദം മാത്രമേ ഉള്ളൂ. നമ്മൾ അങ്ങനെയല്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. ചിന്തിക്കണം.
നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കണം, നമ്മൾ അള്ളാഹിനെ പഠിക്കണം. എന്നിട്ടുന്നില്ല, അള്ളാഹിനെ പഠിക്കണം. ഞങ്ങൾ വിചാരിച്ചാലോ അട്ടിമറിക്കും, മറിക്കും. അള്ളാഹിനെ പഠിച്ചാലോ കാര്യം എളുപ്പം. അള്ളാഹു തല എല്ലാം ശരിയാക്കി തരും, എല്ലാ കാര്യവും. അള്ളാഹു തല തൗഫീഖ് തരട്ടെ. മാറ്റിയില്ലേ നിങ്ങൾ ചിന്തിക്കണം. ഇസ്ലാമിന്റെ ബദ്ധവൈരിയായി മരിച്ചു അബൂജഹലിന്റെ കുഞ്ഞുമോനാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. വെറുതെ ഇരിക്കല്ല, റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിൽ ഗൈബത്തിന് എതിരായി ഇറങ്ങിയ ആയത്തുകൾ മഹാനായ സൂറത്തുൽ ഹുജറാത്തിൽ ഗൈബത്തിനെതിരായ ആയത്തുകൾ ഉണ്ടല്ലോ. ആരാ സബബുൻ നുസൂൽ? മഹാനായ സയ്യിദുനാ ഇക്രിമ. ചിന്തിക്ക്, എവിടെ ഖുർആൻ ഓതുന്നോ അവിടെ മനുഷ്യരോട് ചെവിയിൽ വിരൽ വെക്കാൻ പഠിപ്പിച്ച ആളാണ് ആര്? അബൂജഹൽ. അബൂജഹലിന്റെ മകനെ കേട്ടോളി, ഓതി മരിച്ച്. ആര്? ഇക്രിമ റളിയല്ലാഹു അൻഹു പറയും, മനുഷ്യന്മാരെ പഠിച്ച തമ്പുരാനെ യുദ്ധക്കളത്തിലാണെങ്കിലും ഖുർആൻ ഓതും. ആര്? ഇക്രിമ റളിയല്ലാഹു അൻഹു. യുദ്ധക്കളത്തിൽ ആണെങ്കിൽ പോലും എല്ലാ ആളുകളും പിന്നെ വിരിപ്പ് കിടക്കുകയാണെങ്കിലും ഇക്രിമ വിരിപ്പ് കിടക്കൂല, നിസ്കരിക്കാൻ കെട്ടിയെടുത്ത് കിടക്കും. എന്നിട്ട് രാവും പകലും യഖ്റഉൽ ഖുർആൻ ഫയബക്കി, യഖ്റഉൽ ഖുർആൻ ഫയബക്കി. ഖുർആൻ ഓതും കാര്യം. ആര്? ഇക്രിമ. ആരെ മകൻ? അബൂജഹലിന്റെ മകൻ. മാറ്റിയതാരാ? ഇത് ബേജാറാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഒരു സംഭവം എന്താണെന്നറിയോ? അബൂജഹലിനെ റസൂലുള്ള പറഞ്ഞിരുന്ന ഫിറൗന. അബൂജഹലിനെ റസൂലുള്ള പറഞ്ഞിരുന്ന വാക്കാണ് എന്ത്? ഫിറൗൻ. ഒരിക്കൽ ഇക്രിമ റളിയല്ലാഹു അൻഹു മജ്ലിസിലേക്ക് കയറി വന്നപ്പോൾ ഏതോ ഒരു പുതുവിശ്വാസിയായ സ്വഹാബി അറിയാതെ പറഞ്ഞു പോയി, ജാഅനാ വലദു ഫിറൗൻ, ഫിറൗന്റെ മകൻ വന്നല്ലോ. പടച്ച തമ്പുരാനെ, റസൂലുള്ളാഹിക്ക് ദേഷ്യം വന്ന് ഇക്രിമ പോയി മുത്തുനബിയോട് പറഞ്ഞു, അങ്ങോട്ട് ദേഷ്യം വന്നു മുസ്തഫ റസൂലുള്ളാഹിക്ക്. ജാഹിലിയത്ത് കൊണ്ടിടക്ക് എന്ന് വിചാരിച്ച് എന്ന് നിങ്ങളെ സഹോദരന്റെ മയ്യത്ത്, അവന്റെ പച്ച ഇറച്ചി, അവന്റെ മയ്യത്ത് കൊത്തി തിന്നുന്ന അവരാണോ നിങ്ങൾ? എന്ത് സംസ്കാരമില്ലാത്ത പള്ളിയാണ് ഈ കളിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയില്ലേ? എന്താ കാരണം? ഒരു മജ്ലിസിലേക്ക് കയറി വന്നു സയ്യിദുനാ ഇക്രിമ. അപ്പോൾ ആ സദസ്സിലെ വിവരം കുറഞ്ഞ ഒരു സ്വഹാബി പറഞ്ഞു പോയി, ജാഅനാ വലതു ഫിറഔൻ, ഫിറൗന്റെ മകനാണ് ഈ വന്ന് എന്ന് പറഞ്ഞു. ആയത്തുകൾ ഇറങ്ങി സയ്യിദുനാ ജിബ്രീൽ. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു മഹാനില്ല? അത്രയും വലിയ മഹാനാണ് സയ്യിദുനാ ഇക്രിമ. യുദ്ധക്കളത്തിലാണെങ്കിലും ഖുർആനോടും കാര്യം അല്ലാത്ത പണിയില്ല. ഖുർആൻ ഓതുന്നത് കേട്ടാൽ വിരലിൽ ചെവിട്ടിൽ വിരൽ വെക്കാൻ കൽപ്പിക്കും. ആര്? തന്ത കണ്ടവരോടൊക്കെ. റസൂലുള്ളാഹി ഹറമിലടുത്ത് വന്ന് ഖുർആൻ ഓതും. അപ്പൊ എല്ലാവരോടും അബൂജഹൽ പറയും, ഇങ്ങനെ തിരികള. അതേ അബൂജഹലിന്റെ മകൻ സയ്യിദുനാ ഇക്രിമ. അപ്പൊ ഇവിടെ വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചിന്തിക്കണം. ഇന്നൽ ഖുലൂബ ബിയദിർ റഹ്മാൻ, ഏതൊരാൾ ഹൃദയം അല്ലാഹുവിന്റെ കയ്യിലാണ്. യുഖല്ലിബുഹാ കൈഫ യശാ, ഏത് രൂപത്തിലും മാറ്റി മറിക്കേണ്ടത് അല്ലാഹുവാണ്. വഅൻത ആഖിറുൻ ബിനാസിയതിഹി, ഏതൊരാളുടെയും മൂർത്താവ് അല്ലാഹുവിന്റെ കയ്യിലാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അത് മാറ്റാൻ എങ്ങനെ കഴിയാൻ നമുക്ക് നാളെ ഒന്ന് നോക്കാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനുഷ്യന്റെ മൂർത്താവ് മാറ്റണം, അള്ളാഹ്ക്ക് കഴിയുള്ളൂ. മാറ്റി തരും. മാറ്റി തന്ന ചില സംഭവങ്ങളും ഞങ്ങൾക്ക് നാളെ പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. എന്താണ് മാറ്റാനുള്ള മാർഗം ഒന്ന് നോക്കി നാളെയും മറ്റന്നാളും നമുക്ക് ചില വിഷയങ്ങൾ നോക്കാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലവിലുള്ള പ്രശ്നങ്ങളെ അല്ലാഹു തആല പരിഹരിച്ച് തരട്ടെ. നമ്മൾ നന്നാകണം, നമ്മൾ നന്നായ പ്രശ്നങ്ങൾ പരിഹരിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതിനേക്കാൾ പ്രയാസമുള്ള കാലഘട്ടത്തിൽ, ഇതിനേക്കാൾ കൊടിയ പ്രയാസവും പ്രശ്നമുള്ള കാലഘട്ടത്തിൽ എല്ലാം ചിരിച്ച് തള്ളി പ്രശ്നം പരിഹരിച്ച് രാജകുമാരന്മാരെ പോലെ ജീവിച്ച് മരിച്ചിട്ടുണ്ട് നമ്മുടെ ബാപ്പമാരും വല്യപ്പമാരും. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. രാജകുമാരന്മാർ എന്തേ? അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. ഇംഗ്ലീഷ് അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേയോ കരുത്ത് ഭയങ്കര ഈമാന്റെ കരുത്താണ്. എൻ്റെ വാപ്പാക്ക് മലയാളം അറിയില്ല. എന്നാൽ ദുനിയാവിൽ വർത്തമാനം മൊത്തം അപ്പനയിലുണ്ടാവും. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി എൻ്റെ പേര് വാപ്പാക്ക് കിട്ടും, മലയാളം അറിയില്ല. ഓക്കെ, എനിക്ക് പിൽക്കാലഘട്ടത്തിൽ നിന്നെ കൊണ്ട് വായിപ്പിക്കും പത്രം, നിങ്ങളിങ്ങനെ കേൾക്കും. പിന്നെ അതേപോലെ തന്നെ പിന്നെ എൻ്റെ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കൽ തുടങ്ങി അങ്ങനെ എല്ലാം.
ചില കുട്ടികൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് ബാപ്പാനോട് ഒരു കണ്ണിക വായിച്ചിട്ട് പിന്നെ അപ്പുറത്ത് വിട്ടിട്ട് വേറെ മറ്റേ കണ്ണിക വായിക്കും. കുട്ടികൾക്ക് ഇത് ബാപ്പാൻ്റെ വായന വേഗം തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാപ്പ പറയും അല്ലല്ല അതിൻ്റെ ഇടയിൽ വേറെ എന്തോ സംഭവം ഉണ്ടാവും. ബാപ്പാക്ക് മലയാളം അറിയില്ല. അപ്പോൾ കുട്ടികളൊന്ന് ചിരിക്കലാണ്. ഒരു ബാപ്പാനെ പറ്റിച്ചതാ, മനസ്സിലായില്ല. ബാപ്പ രാവിലെ പത്രം വന്നു കഴിഞ്ഞാൽ മദ്രസയിൽ സ്കൂളിലോ പോയി സ്കൂളിലേക്ക് പോകാൻ നിൽക്കുന്ന കുട്ടികളോട് ഇവിടെ അതൊന്ന് വായിച്ചാലെന്നാണ്, ഒന്ന് വായിക്കുന്നതാണ്. വായിക്കുന്ന കുട്ടികൾക്ക് ഈ തിരക്കിനിടയിൽ ഇവർക്ക് വേഗം പോകാൻ വേണ്ടി ഇവർ ഇടയിൽ ഓരോ കണ്ണിയൊക്കെ ഒരു പാരഗ്രാഫ് വിട്ട് വായിച്ചാൽ അപ്പം അപ്പം പിടിക്കും. അവിടെ ചിന്ന പറ്റിക്കാൻ നോക്കുകയാണ്. അവിടെ അങ്ങനെയല്ല, അവിടെ അങ്ങനെയല്ല, ഒന്നുകൂടി വായിക്കോടെ പറയും. അപ്പോൾ നോക്കുമ്പോൾ ഒരു പാരഗ്രാഫ് കരുതി കൂട്ടി വിട്ടുണ്ടാവും. എന്തിന്? സമയം ലാഭിക്കാൻ വേണ്ടി. അപ്പോൾ ഇവർ ചിരിക്കണം. നോക്കി നിങ്ങളെ കരുത്തെത്രയാണ്, ഒരു കരുത്തെത്രയാണ്. മലയാളം അറിയില്ല, മലയാളം അറിയാത്ത ഇംഗ്ലീഷ് അറിയും. പക്ഷെ എന്താ അവരൊക്കെ ഈമാന്, അതുകൊണ്ട് എന്ത് ഇസ്സത്തിൽ അവരൊക്കെ ജീവിച്ച്. അവർ അചഞ്ചലമായ വിശ്വാസം, അവർ അചഞ്ചലമായ വിശ്വാസം കൊണ്ടാണ് അവർ വിജയിച്ചത്. നമുക്കെല്ലാം ഉണ്ട്, അചഞ്ചലമായ വിശ്വാസം നഷ്ടപ്പെട്ടു പോയതാണ്. അത് തിരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അല്ലാഹുവിനും റസൂലിനെയും പഠിക്കണം, അല്ലാതെ അതിന് പരിഹാരം ഉണ്ടാവില്ല. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ.